കൊച്ചിയിൽ നിന്നും ഒരു ആശ്വാസ വാർത്ത വരികയാണ്. ഉമാ തോമസ് MLA വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ശ്വാസകോശത്തിന് പുറത്ത് നീർക്കെട്ടുണ്ടെങ്കിലും ആരോഗ്യനില തൃപ്തികരമാണ്. റിയ ബേബി ചെയ്യുന്നുണ്ട്. റിയ, എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ ആരോഗ്യാവസ്ഥയിൽ നിന്ന് വലിയൊരു മാറ്റം ഇന്ന് ഉണ്ടാകുന്നു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നു. എന്തൊക്കെയാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്? റിയ. ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്നത്. 6 ദിവസം ഉമാ തോമസ് MLA വെന്റിലേറ്ററിൽ തന്നെ തുടരുകയായിരുന്നു. ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വെന്റിലേറ്ററിൽ ചികിത്സ തുടർന്നത്. പക്ഷേ ഇന്ന് രാവിലെ 11 മണിക്ക് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ നിന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് ഉമാ തോമസ് MLA മാറ്റിയിരിക്കുകയാണ്. ശ്വാസകോശത്തിന് പുറത്ത് നീർക്കെട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. വൈറ്റൽസും അതോടൊപ്പം തന്നെ കൗണ്ടുകളും എല്ലാം സ്റ്റേബിളായി തുടരുന്നു. പക്ഷേ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ തുടരും. ഇക്കാര്യം മക്കളെ കൂടി അറിയിച്ചിട്ടുണ്ട്. രാവിലെ മക്കളടക്കം ആശുപത്രിയിലെത്തി MLA കണ്ടിരുന്നു. ഇന്നലെ രാത്രി MLA മക്കൾക്ക് കൈകൊണ്ട് എഴുതിയ കുറിപ്പൊക്കെ പുറത്തു വന്നതും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം ഈ സംഭവങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നു എന്നുള്ളതും അത് കൃത്യമായി ഈ ശരീരത്തിന്റെ വേദനയൊക്കെ മറികടന്ന് ഇരുന്ന് എഴുതി കൊടുത്തു എന്നുള്ളതും വലിയ പ്രതീക്ഷ നൽകുന്നു എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഈ പ്രതികരണങ്ങൾ ഒക്കെ MLAയുടെ ഭാഗത്തു നിന്ന് വരുന്നത് വലിയ പ്രതീക്ഷയോടെ തന്നെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ കരുതുന്നുണ്ട്. എന്തായാലും വെന്റിലേറ്ററിൽ നിന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ നീർക്കെട്ടുമായി ബന്ധപ്പെട്ട കൃത്യമായ നിരീക്ഷണം മെഡിക്കൽ ബോർഡ് നടത്തുകയും ചെയ്യുന്നുണ്ട്.